ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുന്ന സംസ്ഥാന സർക്കാരും ഒരു തുക പോലും നൽകാത്ത കേന്ദ്ര സർക്കാരും കുറ്റക്കാരെന്ന് കെ മുരളീധരൻ. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അർഹരായവർക്ക് അംഗത്വം കൊടുക്കാതെ സർക്കാർ ആനുകൂല്യങ്ങളും പദ്ധതികളും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന ആരോപണവുമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി കൂട്ടായ്മ. ADGP അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ലെന്ന് കെ മുരളീധരൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ ദുരന്തഭൂമിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന സംസ്ഥാന സർക്കാരും ഒരു തുക പോലും നൽകാത്ത കേന്ദ്ര സർക്കാരും കുറ്റക്കാരാണെന്ന് കെ മുരളീധരൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ? മൃതദേഹം വെച്ചിട്ട് വില പേശാൻ പാടുണ്ടോ? ബാക്കി കണക്കുകളൊക്കെ പോട്ടെ. മൃതശരീരം വെച്ചിട്ട് വില പേശുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം കേന്ദ്രത്തിനൊരു ചുമതലയുണ്ട്. അവർക്കും കൈയെടുക്കാൻ പാടൊന്നുമില്ല. കാരണം പ്രധാനമന്ത്രി വന്നു, സംഭവസ്ഥലം സന്ദർശിച്ചു. ഏതാണ്ടൊരു കണക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. ഒരു പ്രാഥമികമായിട്ട് ഒരു എമൗണ്ട് അവർക്ക് സാങ്ഷൻ ആയിക്കൂടെ? പ്രധാനമന്ത്രി വന്നു പോയിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് കാശ് പോലും എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല? ഈ കണക്കിൽ തെറ്റുകളുണ്ട്, ശരി, സമ്മതിക്കും. എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചെലവിനുള്ള തുകയെങ്കിലും കേന്ദ്രം നൽകേണ്ടതല്ലേ? ഇപ്പം 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ കേരളത്തിനെ വിമർശിക്കുമ്പോൾ കേന്ദ്രം ചെയ്യുന്നതിനോടും 1% പോലും യോജിക്കാൻ കഴിയുന്നില്ല. ഈ കാര്യത്തിൽ 1-ാം പ്രതി മുഖ്യമന്ത്രിയും 2-ാം പ്രതി പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം അടിയന്തരമായി സഹായം ഒരു സംഖ്യ അനുവദിക്കണം. കേരളം വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം. ഇവർ 2 പേരും ശ്രമിച്ചാൽ മാത്രമേ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയുള്ളൂ. ഇനി ഏതൊരു കാര്യം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കാത്ത അവസ്ഥയുണ്ട്. അത് അങ്ങനെ സംഭവം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് സതുദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത്, കണക്ക് പുറത്ത് അറിയിക്കണം. എത്ര കോടി ചെലവഴിച്ചു, എത്ര കോടി ബാക്കിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പിണറായി സർക്കാർ ദുരന്തത്തെ മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചെലവിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ഒരു ന്യായീകരണം, ഇത് ചെലവായ തുകയല്ല, ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ്, എസ്റ്റിമേറ്റ് ആണ്. വോളണ്ടിയേഴ്സിന്റെ ചെലവ്, അതാണ് എല്ലാവരും വേദനിപ്പിച്ച ഒരു കാര്യം. വോളണ്ടിയേഴ്സിന്റെ ചെലവ്, ഏത് വോളണ്ടിയേഴ്സ്? അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ജീവനക്കാര്. ബാക്കി എല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ്. കോൺഗ്രസ്, ലീഗ്, BJP, DYFI, SDP. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000. എന്ത് എവിടുത്തെ കണക്കായി? പ്രൊജക്ഷൻ ആണെങ്കിൽ ബെയിലി പാലത്തിന് 1 കോടി രൂപ ചെലവ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ബെയിലി പാലം കെട്ടിയത് കേന്ദ്രം. സർക്കാർ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ വീട്, പുനരധിവാസത്തിന്റെ മറ്റു കാര്യങ്ങൾ. പക്ഷെ നടന്ന ചെലവുകൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതൊരു എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്? ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങൾ ഇതിനു മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിലാണ്
ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കാണ്. അത്ഭുതം തോന്നുന്നു, ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്രയും ഒരു പെരുപ്പിച്ച കണക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ ദുരന്ത മുഖത്ത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ADGP അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ലെന്ന് കെ മുരളീധരൻ. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രിക്ക് കസേര ഒഴിയേണ്ടി വരുമെന്നും കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ADGPയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGPക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല. ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും. അതാണ് അജിത് കുമാർ. അദ്ദേഹമാണ് പിണറായി നരേന്ദ്രമോദിയുള്ളൊരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാർ. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നൊരു പത്രത്തിൽ വാർത്ത ഞാൻ കണ്ടു, സത്യത്തിൽ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അതായത് MV രാജേഷ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രു മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ടത് ബംഗാളിലും ത്രിപുരയിലേക്കുമുള്ള ഒരു പോക്കാണോ കേരളത്തിൽ CPM എന്നുള്ളത് അവരനുയായികൾ മനസ്സിലാക്കി പ്രതികരിക്കണം. അല്ലെങ്കിൽ കാരണം മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്വേച്ഛാധിപതികളാണ് സാധാരണ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിൽക്കുക. അപ്പം ഇവിടെ എന്ത് സത്യം പറഞ്ഞാലും അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അർഹരായവർക്ക് അംഗത്വം കൊടുക്കാതെ സർക്കാർ ആനുകൂല്യങ്ങളും പദ്ധതികളും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന ആരോപണവുമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി കൂട്ടായ്മ. ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 20-ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പയറ്റ് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഇതുവരെ നാളിതുവരെയായിട്ട് ഒരു കുട്ടിക്ക് പോലും ഇവർ മെമ്പർഷിപ്പ് നൽകിയിട്ടില്ല, കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇത് തരണം എന്നാണ്. ഇത് കാരണം നാഷണൽ ഗെയിംസ് പോലുള്ള ഗെയിംസുകളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊന്നും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. ഈവൻ ഒരു സർട്ടിഫിക്കറ്റ്, വാലിഡ് സർട്ടിഫിക്കറ്റ് പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മത്സരം നടത്തി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. കേരളത്തിലെ കളരി ഗുരുക്കന്മാരുടെ കൂട്ടായ്മയായ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20-ന് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനം നടത്തും. സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരം കേരളത്തിലെ കളരി നടത്താൻ പോലീസ് പെർമിറ്റുള്ള എല്ലാ കളരികൾക്കും കൊടുത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണം എല്ലാ കളരികൾക്കും കളരി വിദ്യാർത്ഥികൾക്കും തുല്യനീതിയോടെ ലഭിക്കണമെന്നും കളരിപ്പയറ്റ് രംഗത്തുള്ള സർക്കാർ തല പ്രവർത്തനം പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പയറ്റ് നടത്തുന്നത്. പത്മ പുരസ്കാര ജേതാവ് മീനാക്ഷിയമ്മ ഗുരുക്കൾ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മുഴുവൻ കളരിപ്പയറ്റ് സംഘടനകളുടെയും ഗുരുക്കന്മാരും വിദ്യാർത്ഥികളും പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വളപ്പിൽ കരുണൻ ഗുരുക്കൾ, KV മുഹമ്മദ് ഗുരുക്കൾ വടകര, ജയപ്രകാശ് ഗുരുക്കൾ കോഴിക്കോട്, KV രാജൻ ഗുരുക്കൾ മടപ്പള്ളി, KG രാധാകൃഷ്ണൻ നെട്ടൂർ കുറ്റ്യാടി, AP അജീഷ് വട്ടോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ
കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആകർഷകവും ആവേശകരവുമായ പരിപാടികളോടെ കരുവശ്ശേരി സംഗമം അസോസിയേഷന്റെ ഓണാഘോഷം. മാവേലി വീടുകൾ സന്ദർശിച്ചു. ഉറിയടിയും പുലികളിയും അരങ്ങേറി. ഓണക്കിറ്റുകളും അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. കരിശ്ശേരി സംഗമം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം മഹാബലിയുടെ ഗൃഹസന്ദർശനത്തോടെ തുടക്കം കുറിച്ചു. അസോസിയേഷനിൽപ്പെട്ട 195ഓളം വീടുകളിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. അതിനുശേഷം വൈകിട്ട് മരക്കാട്ട് വളപ്പ് ദേവീക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്ത ഓണാഘോഷ പരിപാടികളും അരങ്ങേറി. പുലിക്കളി, തിരുവാതിരക്കളി, ഉറിയടി തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. സെക്രട്ടറി ജൂസി ശ്യാം, ട്രഷറർ ഷാജു, ഓണാഘോഷ കൺവീനർ ധനീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് തളി ശ്രീരാമക്ഷേത്രത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ആക്രമിക്കപ്പെട്ട ക്ഷേത്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട തളി ശ്രീരാമക്ഷേത്രം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്ന് VK സജീവൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ CCTV പോലും ഇല്ലെന്ന് മാത്രമല്ല, രാവിലെ പൂജ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആർക്കും കയറി വിഹരിക്കാവുന്ന അവസ്ഥയാണുള്ളത്. ശ്രീരാമൻ, സീത, ഹനുമാൻ എന്നീ പ്രതിഷ്ഠകളുള്ള വിശേഷപ്പെട്ട അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് വലിയ അക്രമമാണ്. ക്ഷേത്രവാതിലും താഴികക്കുടങ്ങളും മേൽക്കൂരയും എല്ലാം തകർന്ന് പൂജാകർമ്മങ്ങൾ പോലും മുടങ്ങി. ഭക്തർ ആകെ വിഷമത്തിലാണ്. പ്രതിവിധികൾ നടത്തി പൂജാകർമ്മങ്ങൾ പുനരാരംഭിക്കുന്നതോടൊപ്പം ക്ഷേത്ര സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു. അമ്പലത്തിൻ്റെ മെയിൻ കവാടം വാതിൽ പൊളിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ശ്രീകോവിലിൻ്റെ താഴികക്കുടം ഉൾപ്പെടെ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം മുഴുവൻ ഓടുകളൊക്കെ തകർത്ത നിലയിലാണ് ഇപ്പോൾ ക്ഷേത്രം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് മതിയായ സുരക്ഷ ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് അധികാരികൾ തയ്യാറാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നേതാക്കളും ഭക്തരുമായ PS രതീഷ്, K രാജേഷ്, സുകന്യ രാമചന്ദ്രൻ, മധു തളി, R രാമചന്ദ്രൻ, S രുക്മിണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് ഏക വരുമാന സ്രോതസ്സായ PF പെൻഷൻ പോലും തങ്ങളുടെ പെൻഷൻ ഫണ്ട് കൈവശം വെച്ചുകൊണ്ട് നിഷേധിക്കുന്ന ക്രൂരതയാണ് PF കമ്മീഷണറും ഓഫീസും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കേരള ബാങ്ക് EPF മെമ്പേഴ്സ് ആക്ഷൻ ഫോറം. ഇതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സംഘടന. ഞങ്ങളുടെ സർവീസിന്റെ തുടക്കം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലാ ബാങ്കുകളിലും പോലെ തന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് എന്ന 1952 പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം ഞങ്ങൾ EPFന്റെ വരിക്കാരായിരുന്നു. ഞങ്ങൾക്ക് സർവീസ്, ഞാൻ 84 സർവീസിൽ വന്ന ആ കാലം തുടങ്ങി റിട്ടയർമെന്റ് വരെ ഞങ്ങളുടെ PF പെൻഷൻ കോൺട്രിബ്യൂഷൻ ഈ കോഴിക്കോട് PF കമ്മീഷന്റെ അക്കൗണ്ടിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് ഞങ്ങൾ റിട്ടയർ ചെയ്തവരെ ഞങ്ങളുടെ അടച്ചു. ഇപ്പോഴും സർവീസിലുള്ള ആളുകളുടേത് ഇപ്പോഴും ബാങ്ക് അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന EPF അംഗങ്ങളായ കേരള ബാങ്ക് ജീവനക്കാരുടെ അർഹമായ PF പെൻഷൻ നിഷേധിക്കുന്ന കോഴിക്കോട് PF കമ്മീഷണറുടെ നടപടിക്കെതിരെ കേരള ബാങ്ക് EPF മെമ്പേഴ്സ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സെപ്റ്റംബർ 19 PF ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തും. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ഹൈക്കോടതി വിധിയിലൂടെ 2 മാസത്തിനകം ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കുവാൻ PF കമ്മീഷണർക്ക് കർശന ഉത്തരവ് നൽകിയതാണെന്നും കോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും വിധി നടപ്പിലാക്കുവാൻ കോഴിക്കോട് PF കമ്മീഷണർ തയ്യാറാവുന്നില്ലെന്നും കേരള ബാങ്ക് EPF മെമ്പേഴ്സ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇവിടെ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് 2020 മുതൽ ഒരു പൈസയും പെൻഷൻ കൊടുക്കുന്നില്ല. നമ്മളെ കോൺട്രിബ്യൂഷൻ കയ്യിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. കോഴിക്കോട് PF കമ്മീഷണർ മാത്രമാണ് ഇത് ചെയ്യുന്നത്.
വേറൊരു കമ്മീഷണറും ഇത് ചെയ്യുന്നില്ല. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജൻ, കൺവീനർ CK അബ്ദുറഹിമാൻ, വർക്കിംഗ് ചെയർമാൻ PK മൂസക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ കോഴിക്കോട് മാവൂരിൽ നിർമ്മിക്കണമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ പ്രസിഡന്റ് CE ചാക്കുണ്ണി. ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സ്വകാര്യ പങ്കാളിത്തത്തോടെ 10,000 കോടി രൂപ മുതൽ മുടക്കിൽ സജ്ജമാക്കാൻ ചർച്ച പുരോഗമിക്കുന്ന സ്റ്റുഡിയോ മാവൂരിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ച് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ പ്രസിഡന്റ് ഷെവലിയർ CE ചാക്കുണ്ണി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് നിവേദനം സമർപ്പിച്ചു. 200 ഏക്കറിലുള്ള രാജ്യാന്തര പോസ്റ്റ് പ്രൊഡക്ഷൻ ഹബ്ബാക്കി സ്റ്റുഡിയോ മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചത്. ഭാഗ്യനഗരമെന്ന് ചലച്ചിത്ര നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും ഒരുപോലെ വിശേഷിപ്പിച്ച നഗരമാണ് കോഴിക്കോടെന്നും അതിനാൽ മാവൂരിൽ ഈ സ്ഥാപനം ലഭിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും സഹകരണവും മലയാള ചലച്ചിത്ര കാണികൾ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷങ്ങൾ അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ ഒരുമിച്ച് പൂക്കളമൊരുക്കി. പായസ വിതരണവും കലാപരിപാടികളും നടന്നു. മുതിർന്ന അംഗം AS തോമസ് നിലവിളക്ക് കൊളുത്തി. ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കിഴക്കേഭാഗം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓണാഘോഷത്തിന് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അസോസിയേഷൻ മെമ്പറും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ അഹമ്മദ് ദേവർകോവിൽ ക്യാരംസ് കളിച്ച് ഉദ്ഘാടനം നടത്തി. അസോസിയേഷന്റെ വനിതാ വിംഗ് സോഫി പൗലോസിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പൗളിൻ ജോയ്, ലതിക സുരേഷ്, മറ്റ് അംഗങ്ങളും ഒരുമിച്ചിട്ട പൂക്കളം വളരെ മനോഹരമാക്കി. അസോസിയേഷന്റെ ഏറ്റവും സീനിയർ അംഗമായ തോമസ് എടിച്ചേരി പൗവത്ത് പൂക്കളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ജവഹർ റെസിഡൻസ് അസോസിയേഷന്റെ ആരംഭ കാലഘട്ടം മുതലുള്ള പ്രവർത്തന അനുഭവങ്ങളെക്കുറിച്ച് അസോസിയേഷൻ ട്രഷറർ നിരൂപ് H ബുലാനി പങ്കുവച്ചു. അംഗങ്ങൾക്ക് പായസം, ആനി ബേബി വിതരണം നടത്തി. ഓണാഘോഷത്തെക്കുറിച്ച് ഡോക്ടർ ശിവരാജ് K, അഡ്വക്കേറ്റ് KP ബഷീർ, ശ്രീ അബ്ദുള്ള P എന്നിവർ സംസാരിച്ചു. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ ബേബി K മാത്യു സ്വാഗതം പറഞ്ഞു. അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സേതു ഹാരിസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്ന നബിദിനാഘോഷ പരിപാടികൾ. പ്രാർത്ഥനകൾക്ക് മത പണ്ഡിതർ നേതൃത്വം നൽകി. മുദാക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. മുദാക്കര മഹല്ല് കമ്മിറ്റിയും യാസീൻ സെക്കൻഡറി മദ്രസയും ചേർന്ന് സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് പ്രസിഡന്റ് P അബൂബക്കർ ഹാജി പതാക ഉയർത്തി. മഹല്ല് സെക്രട്ടറി KP റിയാസ് ഹാജി, മദ്രസ പ്രസിഡന്റ് PV താജുദ്ദീൻ, സദർ അബ്ദുൾ റസാഖ് മുസ്ലിയാർ, KP റാഫി, VP അബ്ദുൾ ജബ്ബാർ, M ബഷീർ ഹാജി, NK ഇബ്രാഹിം ഹാജി, KT ഷംസുദ്ദീൻ, KP കോയമോൻ, C ആലിക്കോയ എന്നിവർ നേതൃത്വം നൽകി. ഖത്തീബ് മുഹമ്മദ് ദാരിമി തുബൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.
بسم الله الرحمن الرحيم اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകി തെരുവിലെ മക്കൾ ചാരിറ്റി. തിരുവോണ നാളിൽ ഓണക്കിറ്റുകൾ നൽകിയും പ്രത്യേക ഭക്ഷണമൊരുക്കിയുമാണ് തെരുവോരങ്ങളിലുള്ളവരെ ചേർത്തു നിർത്തിയത്. റവറൻഡ് ഡോക്ടർ ടി.എ. ജെയിംസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തെരുവോരങ്ങളിൽ കാലിടറി വീണുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി 4 നൂറ്റാണ്ടിലേറെയായി അന്നദാനവും അഭയവും മറ്റ് ആശ്വാസവും ചെയ്തുവരുന്ന സംഘടനയാണ് തെരുവിലെ മക്കൾ ചാരിറ്റി. കോഴിക്കോട് ആസ്ഥാനമായാണ് സംഘടന പ്രവർത്തിച്ചു വരുന്നത്. കോഴിക്കോടിന്റെ തെരുവീഥികളിൽ തുടക്കം കുറിച്ച ഒരു നേരത്തെ അന്നദാനം പിന്നീട് മറ്റു ജില്ലകളിലേക്കും ഫുഡ് ബാങ്ക് എന്ന സംവിധാനത്തിൽ വ്യാപിപ്പിച്ചു. തിരുവോണ നാളുകളിൽ സാന്ത്വനമേകി എല്ലാ വർഷവും CSI പ്രവർത്തകരും TMCയും സംയുക്തമായി സഹോദരങ്ങളെ ചേർത്ത് നിർത്തി ഓണം ആഘോഷിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി ഈ വർഷവും ഓണക്കിറ്റും സ്പെഷ്യൽ ആഹാര വിതരണവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നടക്കാവ് CSI സെന്റ് മേരീസ് ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ടി.എ. ജെയിംസ് നിർവഹിച്ചു. സഭാ സെക്രട്ടറി മറിയം ജി തരിയൻ, സ്ത്രീജന സഖ്യം പ്രസിഡന്റ് അമിത ജെയിംസ്, യുവജന സഖ്യം സെക്രട്ടറി ജീന ആൻ ജേക്കബ്, TMC ഗഫൂർ തലശ്ശേരി, ഇദ്രീസ്, സഫാന ലക്ഷദ്വീപ്, വഹാബ് മീഞ്ചന്ത, സലീം വട്ടക്കിണർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശോഭിക വെഡ്ഡിംഗ് മാൾ സ്പോൺസർ ചെയ്തുകൊണ്ട് പാളയം സൗജന്യ ഫുഡ് കൗണ്ടറിൽ സ്ഥിരമായി അന്നദാനവും TMC നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുന്ന സംസ്ഥാന സർക്കാരും ഒരു തുക പോലും നൽകാത്ത കേന്ദ്ര സർക്കാരും കുറ്റക്കാരെന്ന് കെ മുരളീധരൻ. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അർഹരായവർക്ക് അംഗത്വം കൊടുക്കാതെ സർക്കാർ ആനുകൂല്യങ്ങളും പദ്ധതികളും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന ആരോപണവുമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി കൂട്ടായി. ADGP അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ലെന്ന് കെ മുരളീധരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.